ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കൃഷി എങ്ങനെ എളുപ്പമാക്കാവുന്നതിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ആരും കൃഷിയിൽ പരാജയപ്പെടാൻ പാടില്ല. കാരണം കൃഷി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. നമ്മൾ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രം പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു വീടുകളിൽ കൃഷിയെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 10 ഗ്രോ ബാഗ് അല്ലെങ്കിൽ 40 ഗ്രോ ബാഗ് 50 ഗ്രോ ബാഗ് അങ്ങനെ ആ ലെവലിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ കരുതി വെക്കണം. അപ്പോൾ ആ കരുതി വെക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. ഇത് ശരിക്കും ബേസിക് ആയിട്ടുള്ള കൃഷിയുടെ ആദ്യ പാഠം എന്ന് വേണേൽ പറയാം. നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് ശരിക്കും ഈ ഒരു വീഡിയോയുടെ ആവശ്യമില്ല. പക്ഷെ എന്നാൽ കൃഷിയിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്പെടും. നമ്മൾ കൃഷിയിൽ ആരും കൃഷിയിൽ പരാജയപ്പെടരുത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ കൃഷിയിൽ കുറച്ച് സാധനങ്ങൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൃഷി വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് പലരോടും അഭിപ്രായങ്ങൾ ചോദിക്കുകയും പല സാധനങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ആൾക്കാരുടെ പുറകെ നടക്കുക അല്ലെങ്കിൽ കടയിൽ ചെന്ന് ചോദിക്കുക, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ കൃഷി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ കൈവശം വാങ്ങി വെക്കണം, കരുതി വെക്കണം. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അടിവളം കൊടുത്തിട്ട് മാത്രമേ കൃഷി ചെയ്യാവുള്ളൂ. അടിവളം എന്ന് പറയുന്നത് മണ്ണിൽ കൃഷി ചെയ്യുന്നവര്, ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ മസ്റ്റ് ആയിട്ടുള്ളൊരു കേസാണ് അടിവളം. അപ്പൊ അടിവളം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കേണ്ടത് നല്ല കമ്പോസ്റ്റ് വളമാണ് അടിവളമായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കമ്പോസ്റ്റ് വളം പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഏതെങ്കിലും ഒരു മീഡിയം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലെ ജൈവമാലിന്യങ്ങളെ കമ്പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്ന ഗ്രീൻ എംപ്ലസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വളരെ സക്സസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് വെച്ച് നമുക്ക് ഏറ്റവും ഗുണമേന്മയുള്ള വളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് മാത്രം മതി. നമ്മുടെ വീട്ടിലുള്ള ചപ്പുചവറുകളാകട്ടെ, കരിയിലകളാകട്ടെ, പച്ചിലകളാകട്ടെ, നമ്മുടെ വീട്ടിലെ മീനിന്റെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി വളം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന വളങ്ങൾ എന്ന് പറഞ്ഞാൽ 30-40 രൂപ കൊടുത്ത് വാങ്ങുന്ന വളത്തേക്കാളും ഇരട്ടി പ്രയോജനമാണ് ഒരു കമ്പോസ്റ്റ് വളത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റ് വളം സ്വന്തമായിട്ട് നിർമ്മിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക. അതിന് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉപകാരപ്പെടും. അടുത്തതായിട്ട് ശരിക്കും നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കി, കമ്പോസ്റ്റ് നമ്മൾ മണ്ണിലായിരിക്കും മിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു മീഡിയത്തിലായിരിക്കും മിക്സ് ചെയ്യുന്നത്. ആ മണ്ണിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു കേസാണ്. അതിൽ കമ്പോസ്റ്റ് വരുമ്പോൾ നമുക്ക് കാർബൺ ഉണ്ടാവും, വളരെ എഫിഷ്യൻ്റ് ആയിട്ട് മൈക്രോബ്സിന് വർക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കേസ്, മണ്ണിലെ രോഗങ്ങളും കീടങ്ങളും ഒന്നും ചെടികളെ ബാധിക്കാതിരിക്കാനായിട്ട് ഉള്ളൊരു പ്രോഡക്റ്റാണ്. ട്രൈക്കോഡെർമ എന്നാണ് ആ പ്രോഡക്റ്റിന് പേര്. ഇത് മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലാണ് ട്രൈക്കോഡെർമ ഏറ്റവും കുറച്ച് മാത്രം ആൾക്കാർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ കാര്യമായിട്ട് കേരളത്തിലെ എല്ലാവരുടെയും കൃഷിയിലും ബാധിക്കാറുണ്ട്. അത് ട്രൈക്കോഡെർമ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ മണ്ണിൽ നിന്നുള്ള ഫംഗൽ രോഗങ്ങൾ, ബാക്ടീരിയൽ രോഗങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ കൃഷി നമ്മൾ തുടങ്ങുമ്പോൾ ഈ കമ്പോസ്റ്റ് വളം മണ്ണിൽ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ട്രൈക്കോഡെർമ കൂടെ മിക്സ് ചെയ്യണം. 100 കിലോയ്ക്ക് 1 കിലോ ട്രൈക്കോഡെർമ നമ്മൾ ഉപയോഗിച്ചാൽ മതി. അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്കിത് ലഭ്യമാകുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ 1 കിലോയുടെ പാക്കറ്റാണ്. ഈ 1 കിലോ നമുക്ക് 100 കിലോ വളത്തിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മണ്ണിന്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ഗ്രോ ബാഗിലോ മണ്ണിലോ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം. വളരെ നിർബന്ധമായും നമ്മൾ യൂസ് ചെയ്തിട്ടിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഈ ട്രൈക്കോഡെർമ. ഇതിന് ശേഷം നമ്മൾ മണ്ണൊരുക്കി, ഗ്രോ ബാഗിലാണെങ്കിൽ മണ്ണൊരുക്കി അല്ലെങ്കിൽ തടമൊരുക്കി, അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത്, കൃഷിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന വിത്ത്. നമ്മൾ എവിടുന്നെങ്കിലും കിട്ടുന്ന വിത്തുകൾ വാങ്ങിയിട്ട് കൃഷി ചെയ്താൽ ഒരു കാരണവശാലും നമുക്ക് 100% റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിത്തിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഏത് വിത്താണ് ഉപയോഗിക്കുന്നത്, ആ വിത്തിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്താണ്, അതിന്റെ രോഗപ്രതിരോധ ശേഷി എന്താണ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. കഴിയാവുന്നത് നമ്മൾ ഹൈബ്രിഡ് സീഡുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുക. ആ ഹൈബ്രിഡ് സീഡുകളിലാണ് ഏറ്റവും കൂടുതൽ വിളവുള്ളത്. നമ്മൾ നാടൻ വിത്തിനങ്ങൾ സംരക്ഷിക്കണം, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ നാടൻ വിത്തിനങ്ങൾ കൃഷി ചെയ്യുമ്പോൾ അതിന്റെ ഒരു ജെർമിനേഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മൾ 10 വിത്ത് എടുത്ത് നമ്മൾ മുളപ്പിക്കാനിട്ടാൽ 3 മാത്രമേ ചിലപ്പോൾ കിളിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ ജെർമിനേഷൻ വളരെ കുറവായിരിക്കും. അപ്പൊ തന്നെ നമ്മുടെ മനസ്സും എടുക്കും. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ ഒരു മർമ്മപ്രധാനമായി വെച്ചാൽ നമ്മൾ നാടൻ വിത്തിനങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും അതുപോലെ കുറവായിരിക്കും.
പക്ഷെ നമുക്ക് നാടൻ വിത്തുകളെ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നാടൻ വിത്തുകളെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈബ്രിഡ് സീഡിലേക്ക് തന്നെ പോവുക. ഇതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന വെണ്ടയുടെ വിത്താണ്. ഇത് നൻഹൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ സാമ്രാട്ട് എന്ന് പറയുന്ന വിത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് വളരെ കോൺഫിഡൻറ്റോടുകൂടി നമുക്ക് ആർക്കും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വിത്തിനമാണ്. കാരണം ഏറ്റവും നല്ല പ്രൊഡക്ഷൻ, നല്ല ടേസ്റ്റ്, വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷിക്ക് ഏറ്റവും നന്നായിട്ട് വരുന്ന ഒരു വെണ്ടയാണിത്. അപ്പൊ അതുപോലെ തന്നെ പയറാകട്ടെ, പാവലാകട്ടെ, പടലാകട്ടെ എല്ലാം നമ്മൾ ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് നമുക്കൊരു പ്രൊഡക്ഷൻ ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ വിത്ത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വിത്തിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിനുശേഷം നമ്മൾ വളർച്ചയുടെ കാലഘട്ടമാണ്. വളർച്ചയുടെ കാലഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റ് ആണ് വാം. നമ്മൾ മണ്ണ് ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചെടി നട്ട് ചെടി വളർന്നു വരുമ്പോൾ അതിനകത്തുള്ള മുഴുവൻ വളവും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ വാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തെ നൈട്രജൻ ആകട്ടെ, ഫോസ്ഫറസ് ആകട്ടെ, ഇതിനൊക്കെ സോലുബിളൈസ് ചെയ്ത് ചെടിക്ക് വലിക്കാൻ പാകത്തിനാക്കുകയും ഇനി ചെടിക്ക് വലിക്കാനുള്ള ഒരു കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയാൽ അതിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറാനുള്ള കഴിവ് പോലും വാമിനുണ്ട്. വാം ശരിക്കും ഒരു എക്സലന്റ് പ്രോഡക്റ്റ് ആണ്. നമ്മൾ കേരളത്തിലെ കൃഷിയിൽ വാം വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്നത്. പക്ഷെ ഉപയോഗിക്കുന്നവരുടെ റിസൾട്ട് മറ്റുള്ളവരിൽ നിന്ന് 100% വ്യത്യസ്തവുമാണ്. കാരണം വാം ഒരു മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റ് ആണ്. അതുപോലെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ പല രോഗങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. കാറ്റിൽ നിന്നാകട്ടെ, വെള്ളത്തിൽ നിന്നാകട്ടെ, മഴയിൽ നിന്നൊക്കെ ആകട്ടെ ചെടികൾക്ക് രോഗം വരാറുണ്ട്. അപ്പോൾ നമ്മൾ കരുതിയിരിക്കേണ്ട മറ്റൊരു പ്രോഡക്റ്റ് ആണ് സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. ഇത് വിത്ത് മുളപ്പിക്കാനൊക്കെ നമ്മൾ എടുക്കും. പക്ഷെ ഹൈബ്രിഡ് സീഡിന്റെ വിത്ത് മുളപ്പിക്കൽ ഇതിനൊരു പ്രാധാന്യം ഇല്ല. കാരണം ഹൈബ്രിഡ് സീഡുകൾ എപ്പോഴും നല്ല കോട്ടഡ് ആയിട്ടുള്ള ട്രീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. നാടൻ വിത്തിനങ്ങൾ മുളപ്പിക്കാനായിട്ടാണ് നമ്മൾ സ്യൂഡോമോണാസ് ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് വളരെ നന്നായിട്ട് നമ്മുടെ വളർച്ചയെ സഹായിക്കും. അതുപോലെ തന്നെ രോഗത്തെ തടഞ്ഞു നിർത്താനായിട്ട് ഈ സ്യൂഡോമോണാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സ്യൂഡോമോണാസ് കൃത്യമായിട്ട് നമ്മൾ കരുതിയിരിക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബിവേറിയ. അതായത് ഇതും കീടങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് പുഴുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പുഴുക്കളുടെ ശല്യം തടയാനായിട്ട് ബിവേറിയ നമ്മൾ ഉപയോഗിക്കുന്നതല്ലാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കീട നിയന്ത്രണ സംവിധാനമാണ് നീം എന്ന് പറയുന്നത്. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു നീമാണ്. ഇത് വളരെ എഫിഷ്യൻസി കൂടിയ സാധനമാണ്. വളരെ എഫിക്കസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് ഒരു 14,000 ppm, അതായത് ഇന്ന് ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും കൂടിയ ppm വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റിനെ പറ്റി ഞാൻ പിന്നെ പറയാം. പക്ഷെ എന്നാലും നമുക്ക് നീം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങണം. അതായത് വേപ്പെണ്ണ എന്ന് പറയുന്നത് ഒരു കീടങ്ങളെ റിപ്പല്ലന്റ് ആണ്. അതായത് കീടങ്ങൾ വരാതിരിക്കാനായിട്ട്, കീടങ്ങൾ വന്ന് കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ്, സ്മെല്ല് ഇതൊക്കെ കൊണ്ട് കീടങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നീം. അപ്പോൾ ഈ നീം നമ്മൾ കൃത്യമായിട്ട് ഒരു 15 ദിവസത്തെ ഇടവേളയിൽ രോഗം വന്നാലോ അല്ലെങ്കിൽ കീടം വന്നാലോ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലതാണ്. അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നീം നമ്മളെല്ലാവരും തന്നെ കയ്യിൽ കരുതി വെക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 60 മുതൽ 80% വരെ നമുക്ക് കൃഷിയെ വലിയ കേടുപാടുകൾ കൂടാതെ സംരക്ഷിച്ചു കൊണ്ടുപോവുകയും നല്ല രീതിയിൽ വിളവെടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ഉണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങുക. ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതെല്ലാം കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ കമന്റ് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കോൺടാക്ട് നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ആരും തന്നെ കൃഷിയിൽ പരാജയപ്പെടാൻ പാടില്ല. കൃഷി വളരെ എളുപ്പമായിട്ടുള്ളൊരു കേസാണ്. നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. എന്നാൽ മാത്രമാണ് ഇനി വരും കാലത്ത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.